ഹലോ, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും പാരാമെഡിക്കൽ കോഴ്സിൻ്റെ പുതിയ ക്ലിനിക്കൽ പത്തോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ വീഡിയോയിൽ പറയുന്നൊരു ക്ലിനിക്കൽ പത്തോളജി ക്ലാസ് മാത്രമല്ല ഇത് നമുക്ക് ഹിസ്റ്റോപത്തോളജി എന്നാണ് പറയുന്നത്. ഹിസ്റ്റോപത്തോളജിയുടെ ബ്രാഞ്ചിൽ വരുന്നതാണ്. ഓക്കെ, എന്താണ് ഹിസ്റ്റോപത്തോളജി? ടിഷ്യൂസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഹിസ്റ്റോപത്തോളജി. ഓക്കെ, നമ്മൾ ക്യാൻസർ സ്റ്റഡിയൊക്കെ നടത്തുന്ന സമയത്ത് ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഇപ്പോൾ ക്യാൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഓർഗനൊക്കെ എന്തെങ്കിലും ഇത് ഓപ്പറേഷൻസ് വഴി റിമൂവ് ചെയ്തിട്ട് അയച്ചു നോക്കും. ഹിസ്റ്റോപത്തോളജി ലാബിലേക്കാണ് അയക്കുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ചെക്ക് ചെയ്യാനായിട്ട് ക്യാൻസർ ബാധിച്ചതാണോ അല്ലെങ്കിൽ ക്യാൻസർ കോസിങ് ആയിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോൺസോ എന്തെങ്കിലും ട്യൂമേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അയച്ചു നോക്കും. എന്നിട്ട് ഹിസ്റ്റോപത്തോളജി ലാബിലേക്ക് അയച്ച് അവരത് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് തരും, ക്യാൻസർ ആണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഹിസ്റ്റോപത്തോളജിയിലൂടെ നമുക്ക് ചെറിയൊരു ഹിസ്റ്റോപത്തോളജിയുടെ ബ്രാഞ്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഹിസ്റ്റോപത്തോളജി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. Histopathology is the microscopic examination of biological tissues to observe the appearance of diseased cells and tissues in very fine detail. ഹിസ്റ്റോപത്തോളജി എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനാണ്. ബയോളജിക്കൽ ടിഷ്യൂസിൻ്റെ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷനാണ് ഹിസ്റ്റോപത്തോളജി. ഓക്കെ, ഇതിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അപ്പിയറൻസ് ഓഫ് ഡിസീസ്ഡ് സെൽസ് ആൻഡ് ടിഷ്യൂസ് ഇൻ വെരി ഫൈൻ ഡീറ്റെയിൽസ്. നമ്മൾ ഒരു ഓർഗനിൽ നിന്നൊരു ടിഷ്യൂവിനെ എടുത്തിട്ട് ആ ടിഷ്യൂവിനകത്ത് അല്ലെങ്കിൽ ആ ഓർഗനകത്ത് ഡിസീസ്ഡ് സെൽസോ ടിഷ്യൂസോ ഉണ്ടോ അതിനെ ഫൈനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹിസ്റ്റോപത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ്, ദ വേർഡ് ഹിസ്റ്റോപത്തോളജി ഈസ് ഡിറൈവ്ഡ് ഫ്രം എ കോമ്പിനേഷൻ ഓഫ് 3 ഗ്രീക്ക് വേർഡ്സ്. ഹിസ്റ്റോപത്തോളജി എന്ന് പറയുന്ന ആ ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് 3 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്. ഹിസ്റ്റോ മീനിങ് ടിഷ്യൂസ്, പത്തോ മീനിങ് ഡിസീസ്, ലജി മീനിങ് സ്റ്റഡി. ഹിസ്റ്റോ ടിഷ്യൂസ്, പത്തോ ഡിസീസ്, ആൻഡ് ലജി സ്റ്റഡി. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ്, ദ മെയിൻ യൂസ് ഓഫ് ഹിസ്റ്റോപത്തോളജി ഈസ് ആൻ ക്ലിനിക്കൽ മെഡിസിൻസ് where it typically involve the examination of biopsy, very surgically removed samples of specimen taken from a patient for the purpose of detailed study. ഓക്കെ, ദ മെയിൻ യൂസ് ഓഫ് ഹിസ്റ്റോപത്തോളജി എന്ന് പറയുന്നത്, എന്തിനാണ് നമ്മൾ ഹിസ്റ്റോപത്തോളജി യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ, അതായത് ബയോപ്സിയുടെ എക്സാമിനേഷന് വേണ്ടിയാണ്. ക്ലിനിക്കൽ മെഡിസിന് വേണ്ടി അവർക്ക് കൊടുക്കാനുള്ള മെഡിസിന് വേണ്ടി ബയോപ്സി നമ്മൾ എക്സാമിൻ ചെയ്യുക. അവരുടെ ഡിസീസ് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കിട്ടിയ ബയോപ്സി. അതിന് എന്താണ് ബയോപ്സി, ഓട്ടോപ്സി എന്ന് നോക്കാം. ഓട്ടോപ്സി എന്ന് പറയുമ്പോൾ അത് ഡെഡ് ബോഡിയിൽ നിന്ന് എടുക്കുന്നതിനെയാണ്. അപ്പോൾ ക്യാൻസർ ഉണ്ടായിട്ടാണോ മരിച്ചത് എന്നറിയാനായിട്ട് നമ്മൾ ഡെഡ് ബോഡിയിൽ നിന്ന് ഒരു പീസ് ഓഫ് ടിഷ്യൂവിനെയോ ഓർഗനെയോ എടുത്തിട്ട് ടെസ്റ്റിന് അയക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോപ്സി എന്ന് പറയുന്നത്. എങ്കിൽ ബയോപ്സി എന്ന് പറഞ്ഞാൽ ലിവിങ് ബോഡിയിൽ നിന്നാണ് ആ ഓർഗനെ എടുത്ത് അയക്കുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ ബയോപ്സി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബയോപ്സി മീൻസ് it is surgically removed samples of specimen taken from a patient for the purpose of detailed study. ഡീറ്റെയിൽഡ് സ്റ്റഡിക്കായിട്ട് ഒരു ലിവിങ് ബോഡിയിൽ നിന്ന്, ജീവനുള്ള ഒരു ശരീരത്തിൽ നിന്ന് ഒരു ഓർഗനെ മുറിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരു ടിഷ്യൂസിനെ മുറിച്ചെടുത്ത് സർജിക്കലായിട്ട് റിമൂവ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ബയോപ്സി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബൈ എ സ്പെഷ്യലിസ്റ്റ് കോൾഡ് പത്തോളജിസ്റ്റ്. ഇങ്ങനെ ഈ സ്റ്റഡി നടത്തുന്ന ആ ക്ലിനിഷ്യനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനെ പറയുന്ന പേരാണ് പത്തോളജിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, സാമ്പിൾ പ്രിപ്പറേഷൻ. ഫസ്റ്റ് വൺ ഫിക്സിങ് ഓർ ഫിക്സേഷൻ, സെക്കൻഡ് വൺ പ്രോസസ്സിങ്. എങ്ങനെയാണ് നമ്മൾ സാമ്പിളിനെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നമുക്കൊരു സ്പെസിമെൻ കിട്ടി, അതിനെ നമ്മൾ എങ്ങനെ പ്രിപ്പറേഷൻ നടത്തും, നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള രൂപത്തിലേക്ക് പ്രിപ്പറേഷൻ എങ്ങനെ നടത്തും? അപ്പോൾ വലിയൊരു ഓർഗനായിരിക്കും, ഇപ്പോൾ ബ്രസ്റ്റൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗം കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് വലിയ അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്
ഓക്കെ, ഇതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. സാമ്പിൾ പ്രിപ്പറേഷനിലെ ഫസ്റ്റ് പോയിൻ്റാണ് ഫിക്സിങ് ഓർ ഫിക്സേഷൻ, പ്രോസസ്സിങ്, നെക്സ്റ്റ് എംബഡിങ്, ഫോർത്ത് വൺ സെക്ഷനിങ് ഓർ കട്ടിങ്, ഫിഫ്ത്ത് വൺ സ്റ്റീനിങ്, സിക്സ് വൺ മൗണ്ടിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഓരോന്നും എന്താണ് അതിൽ പറയുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫിക്സേഷൻ. ഫസ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ സ്റ്റെപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഹിസ്റ്റോളജിക്കൽ സെക്ഷൻസ് ബൈ വിച്ച് ബയോളജിക്കൽ ടിഷ്യൂസ് ആർ പ്രിസേർവ്ഡ്. ഈ ഫിക്സേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോപത്തോളജിയുടെ ക്രിട്ടിക്കൽ സ്റ്റെപ്പാണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ് ഹിസ്റ്റോളജിക്കൽ സെക്ഷൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള. ഇപ്പം പറഞ്ഞു മുന്നേ വലിയ സ്പെസിമെൻസ് ആയിരിക്കും ഉണ്ടാവുക, നമുക്കതിന് ചെറിയൊരു ടിഷ്യൂ മാത്രമാണ് ആവശ്യം. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ആക്കി എടുക്കുന്നത്, സെക്ഷൻസ് എടുക്കുന്നത്, ബയോളജിക്കൽ ടിഷ്യൂസിനെ എങ്ങനെയാണ്? അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ഫിക്സേഷൻ ചെയ്യണം. അതിനൊരു പ്രിസർവേറ്റീവ് വേണം, ഈ പ്രിസർവേറ്റീവിലിട്ട് പ്രിസർവ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് the gross and microscopic anatomy of the tissue is preserved as lifelike. Fixation prevents autolysis and petrifaction of the tissue. ഓക്കെ, ദെൻ എന്താണ് അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഇതൊരു ഗ്രോസ് ഓർ മാക്രോസ്കോപ്പിക് എക്സാമിനേഷനാണ്. സോ ഇതിൽ മൈക്രോ എന്നാണ് എഴുതിയിട്ടുള്ളത്, മാക്രോസ്കോപ്പിക് ആണ്. ഗ്രോസ് ആണ് നമ്മൾ കണ്ടുകൊണ്ട് ചെയ്യുന്ന മെത്തേഡ്, മൈക്രോസ്കോപ്പിക് അല്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ടിഷ്യൂവിനെ പ്രിസർവ് ചെയ്യാണ്. അതിന് ആ ടെസ്റ്റ് കഴിയുന്നത് വരെ ലൈസിസ് ഒന്നും സംഭവിക്കാതെ സെല്ലുകളൊക്കെ അതെങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ അതേ സ്ട്രക്ചറിലും ഷേപ്പിലും ഈ പ്രോസസ്സിങ് കഴിയുന്നത് വരെ നിലനിൽക്കാനുള്ള സ്റ്റെപ്പാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ടിഷ്യൂവിന് സംഭവിക്കുന്ന ഷേപ്പിലും ഇതിലും വരുന്ന ഷേപ്പിലും സൈസിലൊക്കെ വരുന്ന ചേഞ്ചിനെയാണ് ഓട്ടോലൈസിസ് ഓർ പെട്രിഫാക്ഷൻ എന്ന് പറയുന്നത്. അതായത് സെല്ലല്ലെങ്കിൽ ടിഷ്യൂ കേടുവരുന്ന അവസ്ഥ. ഇത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഫിക്സേഷൻ ചെയ്യുന്നത്. ഓക്കെ, പ്രൊസീജിയർ ഫോർ ഫിക്സേഷൻ. ഫസ്റ്റ് പോയിൻ്റ്, എ ലാർജ് സ്പെസിമെൻ ഈസ് റിസീവ്ഡ്. എങ്ങനെയാണ് നമ്മൾ ഈ ഫിക്സേഷൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യുക? ആദ്യം ഒരു ലാർജ് സ്പെസിമെൻ നമ്മുടെ ലാബിലേക്ക് എത്തിച്ചിരുന്നത്, ഹിസ്റ്റോപത്തോളജി ലാബിലേക്ക് വരുന്നു. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, ഇറ്റ് കട്ട് ഇൻ ടു സ്മോളർ പീസസ് ദെൻ ഡിപ്പ്ഡ് ഇൻ ഫോർമാലിൻ ഫോർ 24 hours. ഇതിനെ ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റുന്നു, എന്നിട്ട് ഇതിനെ ഫോർമാലിനിൽ ഇട്ട് വയ്ക്കുന്നു. 24 മണിക്കൂർ നേരത്തേക്ക് ഫോർമാലിനിൽ ഇട്ട് വയ്ക്കുന്നു. ആദ്യം ഒരു വലിയ സ്പെസിമെൻ വരുന്നു, ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കുന്നു. അതിനുശേഷം ഫോർമാലിനിൽ 24 മണിക്കൂർ ഇട്ട് വയ്ക്കുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, പ്രോസസ്സിങ്. നമ്മൾ പറഞ്ഞു അത് പെട്രിഫാക്ഷനും ഓട്ടോലൈസിസും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. രണ്ടാമത്തെ സ്റ്റെപ്പായ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിങ് ദ ടിഷ്യൂസ് ബൈ എംബഡിങ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ്സിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേജസ് ഓഫ് പ്രോസസ്സിങ്. ഫസ്റ്റ് പോയിൻ്റ്, ഡീഹൈഡ്രേഷൻ, ബി ക്ലിയറിങ്, സി ഇംപ്രഗ്നേഷൻ. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡീഹൈഡ്രേഷൻ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോസസ്. ഇറ്റ് യൂഷ്വലി അക്കംപ്ലിഷ്ഡ് ബൈ ദ ട്രാൻസ്ഫറിങ് ദ ബ്ലോക്ക് ഓഫ് ടിഷ്യൂ ത്രൂ എ സീരീസ് ഓഫ് ആൽക്കഹോൾ വാട്ടർ സൊല്യൂഷൻ. ഓക്കെ, ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതെങ്ങനെയാണ് നടത്തുകയെന്ന് വെച്ചാൽ, ടിഷ്യൂവിനെ എടുത്തിട്ട് ബ്ലോക്ക് ഓഫ് ടിഷ്യൂവിലേക്ക് മാറ്റുക. ടിഷ്യൂവിനെ ഒരു ബ്ലോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, ത്രൂ എ സീരീസ് ഓഫ് ആൽക്കഹോൾ വാട്ടർ സൊല്യൂഷൻ. സീരീസ് ഓഫ് ആൽക്കഹോൾ ഇപ്പോൾ 100% ആൽക്കഹോൾ ഉണ്ടായിരിക്കും, 90% ഉണ്ടായിരിക്കും, 80% ഉണ്ടായിരിക്കും. ഇങ്ങനെ സീരീസ് ഓഫ് ആൽക്കഹോളിൽ ഡിപ്പ് ചെയ്ത് ടിഷ്യൂവിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യുക. അതായത് അതിലെ വാട്ടർ കണ്ടൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിൻ്റ്, ബിഗിനിങ് വിത്ത് 50% ആൻഡ് റണ്ണിങ് ടാപ്പ് വാട്ടർ ഫ്രീ ഓർ ആബ്സല്യൂട്ട് ആൽക്കഹോൾ. സ്റ്റാർട്ട് ചെയ്യുന്നത് 50% ആൽക്കഹോളിലാണ്. അതിനുശേഷം ലാസ്റ്റ് വാട്ടർ ഫ്രീ ആൽക്കഹോളിൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ, അതായത് 100% ആൽക്കഹോളിൽ വരെ ചെയ്യും. ഈ പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡീഹൈഡ്രേറ്റ് ആയി എന്ന് പറയാം. വാട്ടർ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് റിമൂവ് ആയി എന്ന് പറയാം. ഓക്കെ,
Then B. Clearing. The alcohol replaced by histoclear or cedar wood oil, which is readily soluble in alcohol and in turn is replaced by melted paraffin. ക്ലിയറിങ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. ഈ ആൽക്കഹോളിൽ ഡിപ്പ് ചെയ്ത നമ്മുടെ ഈ സ്ലൈഡിനെ അതിന് ശേഷം ഹിസ്റ്റോ ക്ലിയറിലൊന്ന് മുക്കി വയ്ക്കാം. ഈ ഹിസ്റ്റോ ക്ലിയർ അല്ലെങ്കിൽ സിഡാർ വുഡ് ഓയിൽ ഇതിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് ശേഷമാണ് ഇതിനെ മെൽറ്റഡ് പാരഫിനിൽ മുക്കുന്നത്. ഓക്കെ, ഇംപ്രഗ്നേഷൻ. ദെൻ അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇംപ്രഗ്നേഷൻ. ഇംപ്രഗ്നേഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സപ്പോർട്ട് ടിഷ്യൂ ഫ്രം ഓൾ സൈഡ്സ് വിത്തൗട്ട് പ്രൊഡ്യൂസിങ് എനി ഇഞ്ചുറിയസ് എഫക്റ്റ് ഓൺ ടിഷ്യൂ. ഇംപ്രഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ടിഷ്യൂവിനൊരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ഈ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലൈസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുക മൈക്രോടോമിൽ വെച്ചിട്ട്. തീരെ തിന്നായിരിക്കും, ആകെ 3 മൈക്രോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെ ഒരു സപ്പോർട്ട് വേണം, ഐസ് വെച്ചിട്ടോ അല്ലെങ്കിൽ മെഴുക് വെച്ചിട്ടോ ഒരു സപ്പോർട്ട് വേണം, എന്നാലാണ് അത് ഫിക്സായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി കട്ട് ചെയ്യാനായിട്ട് ഒരു സ്മോൾ പീസ് ഓഫ് ടിഷ്യൂവിനെ എടുത്തിട്ട് ഇതിൽ സപ്പോർട്ട് ഉണ്ടാക്കണം. ഈ സപ്പോർട്ട് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഇംപ്രഗ്നേഷൻ എന്ന് പറയുന്നത്. മെഴുക് വെച്ചിട്ടോ ഐസ് വെച്ചിട്ടോ ഉണ്ടാക്കുന്ന ഈ സപ്പോർട്ടിനെയാണ് ഇംപ്രഗ്നേഷൻ എന്ന് പറയുന്നത്. ടിഷ്യൂ ഫ്രം ഓൾ സൈഡ്സ് ഓഫ് ദ വിത്തൗട്ട് പ്രൊഡ്യൂസിങ് എനി ഇഞ്ചുറിയസ് എഫക്റ്റ് ഓൺ ടിഷ്യൂ. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വരാൻ. അപ്പം ഐസ് ക്യൂബിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു മെഴുകിൻ്റെ ഒരു സ്ക്വയർ പീസിലേക്ക് താഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ആ മെഴുക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ സെക്ഷനും കിട്ടും. എന്നിട്ട് നമുക്ക് മെഴുകുരുക്കി കളഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ അതിൻ്റെ സെല്ലിൻ്റെ ഒരു സ്ട്രക്ചറും പോകാതെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇംപ്രഗ്നേറ്റ് ചെയ്യുന്നത്. ഇംപ്രഗ്നേറ്റ് ചെയ്യുക വെച്ചാൽ ഈ ടിഷ്യൂവിനെ ഐസ് ക്യൂബിലേക്കോ വാക്സിൻ്റെ കട്ടയിലേക്കോ അവിടെ പ്രസ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഇംപ്രഗ്നേഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ ഇറ്റ് അലൗസ് കട്ടിംഗ് ഓഫ് ടിഷ്യൂസ് suitably thin sections without under distortion and without alteration of special relationship of cellular elements. അങ്ങനെ നമുക്ക് സെല്ലുലാർ എലമെൻസിൻ്റെ ആ കറക്റ്റ് ഷേപ്പ് നിലനിർത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ, താങ്ക് യു.